എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബ്രെഡ് കേക്കാണ്. ഇത് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. ഇത് വളരെ ടേസ്റ്റിയുമാണ്. വീട്ടിൽ പെട്ടെന്നൊക്കെ ഗസ്റ്റ് വരുമ്പോൾ നമുക്ക് റെഡിയാക്കാൻ പറ്റിയ ഒരു കേക്കാണിത്. ഇവിടെ ഞാൻ 12 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ 4 സൈഡും കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഞാൻ 4 സൈഡും കട്ട് ചെയ്തിട്ട് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി ഫ്രോസ്റ്റിങ്ങിനുള്ള ക്രീം റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ 50 ഗ്രാം വിപ്പിംഗ് പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ 65 ml പാലും പഞ്ചസാര പൊടിച്ചത് 1.5 ടേബിൾ സ്പൂണും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫ്രീസറിൽ വെച്ച് നന്നായി തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുന്നത് എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ബീറ്റായി വരാൻ വേണ്ടിയിട്ടാണ്. ഇത് ബീറ്റ് ചെയ്യുമ്പോൾ ആദ്യം ലോ സ്പീഡിലും പിന്നെ പതിയെ പതിയെ സ്പീഡ് കൂട്ടി വരികയും വേണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട്. ഇത് ബ്രെഡ് മോയിസ്റ്റ് ചെയ്യാനുള്ള സിറപ്പാണ്. ഇത് റെഡിയാക്കിയത് 100 ml പാലിൽ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് മിക്സ് ചെയ്താണ്. കേക്ക് സെറ്റ് ചെയ്യാനായിട്ട് ഒരു ബേസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബേസിൽ കുറച്ച് ക്രീം തേച്ച് കൊടുക്കാം. ഇനി ഇതേപോലെ ഇതിൻ്റെ മുകളിലേക്ക് 4 പീസ് ബ്രെഡ് വെച്ച് കൊടുക്കാം. ബ്രെഡ് മോയിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ക്രീമും നന്നായിട്ട് തേച്ച് കൊടുക്കാം. ഇങ്ങനെ 3 ലെയറും ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലും സൈഡിലും നന്നായിട്ട് ക്രീം തേച്ച് കൊടുക്കാം. ഇപ്പോൾ ക്രീമൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മുകളിലും സൈഡിലും ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി പൈപ്പിംഗ് ബാഗിൽ കുറച്ച് ക്രീം ഇട്ട് കൊടുത്ത് ചെറുതായിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ചെറി വെച്ച് കൊടുക്കാം. ഇപ്പോൾ സ്വാദിഷ്ടമായ ബ്രെഡ് കേക്ക് റെഡിയായി. ഇനി ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.